അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായി ചാനലിൽ ലോങ് വീഡിയോസ് ഇട്ടിട്ട്, അപ്പോൾ എല്ലാവരും പരീക്ഷയുടെയൊക്കെ ആ ഒരു തിരക്കിലായിരുന്നതുകൊണ്ടാണ് ഞാൻ വലിയ വീഡിയോസ് ഒന്നും ഇടാത്തത്. കാരണം ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് യൂട്യൂബ് കാണാനും വീഡിയോസൊക്കെ നോക്കാനുള്ള ഒരു ഗ്യാപ്പൊന്നും നിങ്ങൾക്കാർക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് വലിയ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ ഇപ്പം എന്തായാലും എല്ലാവരുടെയും പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിതേ ചാനൽ ഇനി തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഇടും. അപ്പോൾ ഇതുവരെ നമ്മൾ കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പോയി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിതേ ഈ ഒരു കേക്ക് ബോർഡ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റാണിത്. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയ്ക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റമാണ് ടിഷ്യൂ പേപ്പർ. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കുറേ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ട്. അപ്പോൾ അവർ കാണിക്കുന്ന പോലെയൊക്കെ ഇത് വർക്കൗട്ട് ആകുമോ എന്നുള്ളൊരു എക്സ്പെരിമെൻറ്റും കൂടെ ആയിരുന്നു. എന്തായാലും അതൊരു നല്ലൊരു റിസൾട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 6 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടിഷ്യൂ പേപ്പർ നിങ്ങളിത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് പിച്ച് കീറിയിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തോ അല്ലെങ്കിൽ കൈകൊണ്ട് ഇതേപോലെ കീറിയോ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ് ഏറ്റവും കുറഞ്ഞത് നമ്മളൊന്ന് വെക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ നമ്മുടെ ബുക്കിലെ പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ എടുത്താലും മതി. അപ്പോൾ അത് കുറച്ചധികം സമയം വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കണം എന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ടിഷ്യൂ പേപ്പറിന് പകരം നോർമൽ വൈറ്റ് പേപ്പർ ആണെങ്കിലും എടുക്കാം. അപ്പോൾ അത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ നന്നായിട്ട് പിച്ച് കീറി ഇടുക. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടിന് അത് അത്രയും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കേക്കിൻ്റെ ബോർഡാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ബോർഡിന് പകരമായിട്ട് നിങ്ങൾക്ക് കട്ടിയുള്ള ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. കട്ടിയുള്ള പേപ്പർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. കുറച്ച് കട്ടിയുള്ളൊരു വസ്തു ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് നമ്മളൊരു വാൾ ഹാങ്ങിങ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അതായത് നനഞ്ഞൊക്കെ കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും പോവാത്തൊരു മെറ്റീരിയൽ നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ അതിനകത്ത് നിങ്ങളിത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ പെൻസിലും സ്കെയിലും ഉപയോഗിച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡ്രോയിങ് ഒന്നും അറിഞ്ഞിരിക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു വർക്കാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പെൻസിൽ വെച്ച് ആവുമ്പോൾ ഇതിപ്പോൾ വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ഇല്ല. ഞാനപ്പോൾ ഇത് മാർക്കർ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ അതാവുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് എന്താണ് വരച്ചിരിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മളൊരു വാളിൻ്റെയൊക്കെ ആ ഒരു ഡിസൈനാണ് വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് റൗണ്ടിൽ ഒരു ചെറിയൊരു പാത്രമോ ബൗളോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഹാഫ് റൗണ്ട് വരയ്ക്കുക. ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ പാത്രം വെച്ചിട്ട് വരയ്ക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ കോമ്പസ് വെച്ചും വരയ്ക്കാവുന്നതാണ്. നമ്മളൊരു കുഞ്ഞി പാണ്ടയാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ പാണ്ടയെ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇത്. ഡ്രോയിങ് ഒന്നും നമ്മൾ നേരത്തെ പഠിച്ചൊന്നും ഇരിക്കേണ്ട, ഡ്രോയിങ് എക്സ്പേർട്സ് ഒന്നും ആവേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. കുറച്ച് റൗണ്ടുകൾ മാത്രം വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാണ്ട ഇവിടെ സെറ്റാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം പെൻസിൽ വെച്ച് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കത് മാർക്കറും കൂടെ വെച്ചിട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെയൊക്കെ എക്സാമൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ എക്സാം ആകുമ്പോൾ അമ്മമാരും സ്വാഭാവികമായിട്ടും അതിൻ്റേതായ തിരക്കിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ വലിയ വീഡിയോസൊന്നും ചാനലിൽ ഒരു 2 വീക്സ് ആയിട്ട് വലിയ വീഡിയോസൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. കാരണം എന്തായാലും എക്സാമിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീഡിയോസൊന്നും കാണാനുള്ളൊരു ഇതുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും 2 മാസം വെക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇതേ രീതിയിൽ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടംപോലെ ടൈമുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് അതേ രീതിയിൽ നിങ്ങളുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിലൊരു എനിക്കറിയാവുന്നതുപോലൊരു പാണ്ടയെ ഞാനിവിടെ വരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് വരയ്ക്കാനൊക്കെ അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നിങ്ങൾ ടെക്സ്ചർ ചെയ്യുന്നത് നമുക്ക് ഈ പിക്ചർ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏത് പിക്ചർ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വർക്കാണിത്. അപ്പോൾ പാണ്ഡെ ഞാനിവിടെ വരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടിഷ്യൂ പേപ്പർ ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് അത് ഈ ഒരു രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അലിയിപ്പിച്ചിട്ട് നമ്മളുടെ ഒരു പാത്രത്തിലേക്ക് ഇടുക. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് എന്താ പറയുക, ഒന്ന് ഇച്ചിരി ഒന്ന് വേർപെടുത്തി എടുത്താൽ മതി.
അപ്പോൾ അത് ഞാൻ മുഴുവനും എടുത്തിട്ടില്ല, കുറച്ച് മാത്രമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്തേക്ക് ഇനി നമുക്ക് വേണ്ടത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ കുറച്ച് എടുത്താൽ മതിയാവും. പിന്നെ നിങ്ങൾക്ക് ഏത് കളറാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ കളറും കൂടെ കുറച്ച് അതിനകത്തേക്ക് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വൈറ്റും വേറൊരു ഡാർക്ക് ഷെയ്ഡ് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ബ്രൗൺ കളർ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്താൽ മതി. ഇനി അതിനകത്ത് അഡീഷണൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഗമ്മും ഇത് വെച്ചിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഈ പാണ്ടയുടെ ഉള്ളിലായിട്ട് നമുക്ക് കുറച്ചൊന്ന് പശയൊന്ന് തേച്ച് കൊടുക്കണം. ഇത് നമുക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പർ അതിലൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ടിഷ്യൂ പേപ്പർ മിക്സ് ചെയ്തപ്പോൾ അതിനകത്ത് നമ്മൾ പശ തേച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ അതെ, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒന്ന് സെറ്റാക്കി എടുക്കുക. ബ്രൗൺ കളർ മിക്സ് ചെയ്ത അതേ രീതിയിൽ തന്നെ നമ്മൾ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ബ്ലാക്ക് കളറും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു പാണ്ടയുടെ ഷേപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റോസ് കളറാണ് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം ഒരു ട്രീ വരയ്ക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അത് കളറെല്ലാം കൂടെ ചിലപ്പോൾ മിക്സായി പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് റോസ് കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ദാ ഇതേ രീതിയിൽ തന്നെ, അതായത് ബോർഡിൽ കുറച്ച് പശ തേക്കുക, എന്നിട്ട് അതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ ഈ സാധനം ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തൊരു വീഡിയോ ആണെങ്കിലും ഇതിൻ്റെ റിസൾട്ട് നമ്മളത് ഒരു ഹാഫ് പോർഷൻ അത് മിക്സ് ചെയ്തൊക്കെ വന്നപ്പോൾ തന്നെ ഇത് സംഭവം വർക്കൗട്ട് ആകുമെന്ന് മനസ്സിലായപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളും എല്ലാം നല്ല നീറ്റായിട്ട്, അതായത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല, എന്നാലും അതായത് നമ്മൾ കൊടുക്കുന്ന കളറാണെങ്കിലും എല്ലാം നല്ല കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്തിട്ട് നല്ല രീതിയിൽ നല്ലൊരു ടെക്സ്ചറിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതേ നമ്മൾ ഏകദേശം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വരച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനൊരു ബ്രൗൺ കളർ കൂടി നമുക്ക് വെറുതെ ഒന്ന് കൊടുക്കുക. അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അതായത് ഭയങ്കര ഷെയ്ഡ് നമ്മൾ കൊടുക്കണ്ട, ഒരു ലൈറ്റ് ഒരു ഷെയ്ഡായിട്ട് കൊടുത്താൽ മതി. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കുക. ഒന്ന് ഓടിച്ച് നമ്മൾ പെയിൻ്റ് അടിച്ചെടുക്കുമല്ലോ, ആ ഒരു രീതിയിലാണ് ഇവിടെ പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാൾ ഹാങ്ങിങ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നൂൽക്കമ്പിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ നോർമൽ നമ്മുടെ സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിക്കുന്നേക്കാളും കുറേ കൂടെ സെക്യൂർ ആയിട്ടിരിക്കുന്നത് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നൂൽക്കമ്പി എടുത്തിട്ടുണ്ട്, അത് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് മോൾഡിറ്റാണ്, കുറച്ച് മോൾഡിറ്റ് എടുക്കുക, അതൊന്ന് മിക്സ് ചെയ്തിട്ട് ബാക്ക് സൈഡിൽ ഈ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതാണ് നമുക്ക് നമ്മുടെ സെല്ലോ ടേപ്പൊക്കെ ആകുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ പശ പോകുമ്പോൾ അത് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതാണെങ്കിൽ കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണെങ്കിലും നന്നായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ വെക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ടൈമും കൂടെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോസൊക്കെ കാണാം, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്